കൊല്ലം ചടയമംഗലത്ത് ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ വിളിച്ചു വരുത്തി നടു റോഡിലിട്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടിയം തഴുത്തല സ്വദേശി 26 വയസ്സുള്ള അൻസിൽ കബീറാണ് പോലീസ് പിടിയിലായത്. ഗുരുതരമായി കുത്തേറ്റ വെളിനല്ലൂർ സ്വദേശി മുഹമ്മദ് അസ്റുദ്ദീൻ ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം 9-ാം തീയതി രാത്രി 9:30 സംഭവം. മുഹമ്മദ് അസ്റുദ്ദീനെ ബൈക്കിൽ വിളിച്ചു വരുത്തുകയും വെളിനല്ലൂർ ആക്കൽ കമ്പനി മുക്കിൽ വെച്ച് ബുള്ളറ്റിൽ വരികയായിരുന്ന മുഹമ്മദ് അസ്റുദ്ദീനെ പ്രതിയും സുഹൃത്തുക്കളും ചേർന്ന് കാർ ബുള്ളറ്റിന് കുറുകെ നിർത്തി തടയുകയും കത്തികൊണ്ട് നെഞ്ചിൽ കുത്തി താഴെയിടുകയും തുടയുടെ ഭാഗത്ത് ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കുത്തേറ്റ മുഹമ്മദ് അസ്റുദ്ദീന്റെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് മുഹമ്മദ് അസ്റുദ്ദീനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഒളിവിൽ പോയ 1-ാം പ്രതിയായ അൻസിൽ കബീറിനെ ചടയമംഗലം CI സുനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആയൂരിൽ നിന്നും പിടികൂടി. പ്രതിക്കെതിരെ വധശ്രമം, ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിലെ മറ്റു 2 പ്രതികൾ ഒളിവിലാണ്. റിപ്പോർട്ടർ സജി അഞ്ചൽ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.